കൈത്താക്കാലം 5-ാം ശനി. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 3 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. വേദനകളുടെ ആരംഭം. ലോകം മുഴുവൻ ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും യുദ്ധങ്ങളും അരങ്ങേറുമ്പോൾ ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണെന്ന് തിരിച്ചറിയുവിൻ. അതുപോലെ ദൈവപ്രീതിക്കായി അവർ നിങ്ങളെ വധിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓർക്കുക, ഇതൊക്കെ നമുക്ക് മുൻപേ അനുഭവിച്ച് കടന്നുപോയവനാണ് നമ്മുടെ നാഥനും ഗുരുവുമായ യേശു. പീഡനത്തിനായി അധികാരികളുടെ മുൻപിൽ കയ്യേൽപ്പിക്കപ്പെടുമ്പോൾ ഒട്ടും പതറേണ്ട കാര്യമില്ല. കാരണം അപ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും പരിശുദ്ധാത്മാവായിരിക്കും. അന്ന് പല വ്യാജ പ്രവാചകന്മാരും ഞാനാണെന്ന് പറഞ്ഞ് യേശുനാമത്തിൽ പ്രത്യക്ഷപ്പെടും. ഞാനാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ദൈവത്തിന്റെ സ്ഥാനം സ്വയം അപഹരിച്ചെടുത്തവരെ വ്യാജപ്രവാചകന്മാർ എന്നല്ലാതെ മറ്റെന്താണ് പറയുക? ലോകത്തിന്റെ വിധി മാറ്റിയെഴുതാൻ സാത്താനാൽ സ്വാധീനിക്കപ്പെട്ടവരുടെ കൂട്ടമാണവർ. പക്ഷേ ദൈവരാജ്യത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. യേശു വിധിച്ചിട്ട് കടന്നുപോയ ദൈവരാജ്യം ലോകമെങ്ങുമുള്ള എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെട്ടതിന് ശേഷമായിരിക്കും അന്ത്യം സംഭവിക്കുക.